കൊച്ചിയിലെ വൈറ്റ് കോളർ ഡ്രഗ് പാർട്ടിയുമായി ബന്ധപ്പെട്ട് ഞെട്ടിപ്പിക്കുന്ന കൂടുതൽ വെളിപ്പെടുത്തലുകൾ പുറത്ത്. തനിക്ക് ലഹരി നൽകിയിരുന്നത് ഡൽഹി, ബംഗളൂരു കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഗീതവും സംഘവും എന്ന് പിടിയിലായ കെവിന്റെ മൊഴി. കൂടുതൽ സാമ്പത്തിക നേട്ടം ലക്ഷ്യമിട്ടാണ് ലഹരി കച്ചവടത്തിന് ഇറങ്ങിയതെന്നും കെവിൻ മൊഴി നൽകി. കൂടുതൽ പേരെ കേസിൽ പ്രതികളാക്കുമെന്നാണ് വിവരം. കെവിന്റെ ലഹരി ശൃംഖലയുടെ വേരറക്കാനാണ് പോലീസ് നീക്കം. ബംഗളൂരു, ഡൽഹി എന്നിവിടങ്ങളിലായിരുന്നു കെവിന്റെ ലഹരി ഇടപാടുകളെന്ന് നേരത്തെ കണ്ടെത്തിയിരുന്നു. ബംഗളൂരുവിലുള്ള തിരുവല്ല സ്വദേശി ഗീതവും സംഘവുമാണ് കെമിക്കൽ ഡ്രഗുകൾ കൈമാറുന്നത്. പ്രതി പിടിയിലാകുന്നതിന് തൊട്ടു മുൻപ് 2 ലക്ഷം രൂപയുടെ സാമ്പത്തിക ഇടപാടുകൾ ഇരുവരും തമ്മിൽ നടന്നിട്ടുണ്ട്. ഗീതു ബംഗളൂരുവിൽ നിന്ന് ലഹരി തൊടുപുഴയിൽ എത്തിച്ചു നൽകും. താൻ അവിടെ എത്തി ഇത് വാങ്ങും. കൂടുതൽ പണമുണ്ടാക്കുന്നതിനാണ് ലഹരി ഇടപാടുകളിലേക്ക് തിരിഞ്ഞതെന്നും കെവിൻ മൊഴി നൽകി. താൻ ലഹരി കൈമാറിയിരുന്ന ഡോക്ടർമാരടക്കമുള്ളവരുടെ വിവരങ്ങൾ കെവിൻ നേരത്തെ പോലീസിന് കൈമാറിയിരുന്നു. മൊബൈൽ ഫോണിന്റെ കൂടുതൽ രേഖകൾ ലഭിച്ച ശേഷം വീണ്ടും പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ തീരുമാനം. 24 കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.